സന്ദീപ് റെഡ്ഡി വാങ്കയുടെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയിരിക്കുന്ന മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് പ്രഭാസ് ചിത്രമാണ് സ്പിരിറ്റ് എന്ന ചിത്രം. അറൗണ്ട് ചിത്രത്തിന്റെ 40% വരുന്ന ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ കത്രീന കൈഫിനെ ഒരു പവർഫുൾ റോളിലോട്ട് ചിത്രത്തിന്റെ ടീം ഇപ്പോൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിൽ ആ ഒരു റോൾ എന്ന് പറയുന്നത് ഒരു ക്രൂക്കൽ ക്യാരക്ടർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു ക്യാമിയോ ആകാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ടൊക്കെ തന്നെ സ്റ്റിൽ വെയിറ്റിംഗ് ആണ് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ്സിനായി. നിവിൻ്റെ ലീഡിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ഓണം ക്ലാഷിലെ ഒരു ഫാമിലി എൻറ്റർടൈനർ ചിത്രമാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രം. ചിത്രത്തിന്റെ ഫസ്റ്റ് സിംഗിൾ ഇന്ന് പുറത്തിറങ്ങുമെന്ന് ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീമായാലും കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ജൂലൈ 23 സൂര്യയുടെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ പ്രമാണിച്ച് ഇപ്പോൾ സൂര്യ 47 ആയാലും വിശ്വനാഥ് സൺസിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് കിടിലൻ അപ്ഡേറ്റ് ഒക്കെ തന്നെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ കുറച്ച് കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നതുകൊണ്ടൊക്കെ തന്നെ പടത്തിന്റെ കുറച്ച് മെയിൻ അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ പോസ്റ്റ്പോൺ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തീർത്തും മാറ്റി വെക്കാൻ പറ്റാത്ത പടമാണ് വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന പടം. കാരണം നെക്സ്റ്റ് മന്ത് ചിത്രത്തിന്റെ റിലീസാണ്. അതുകൊണ്ടൊക്കെ തന്നെ സൂര്യയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഒരു സെക്കൻഡ് സിംഗിളിന്റെ പ്രമോ പുറത്തു വിട്ടു. പടത്തിന്റെ സെക്കൻഡ് സിംഗിൾ നാളെയാണ് പുറത്തിറങ്ങുന്നത്. പിന്നെ ഞാൻ പേഴ്സണലി എക്സ്പെക്ട് ചെയ്തിട്ടുള്ള മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ചിത്രമായിരുന്നു സൂര്യ 47 എന്ന ജിത്തു മാധവ് പടം. പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ബർത്ത്ഡേ വിഷ് പോസ്റ്റർ മാത്രമാണ് പുറത്തിറക്കിയിട്ടുള്ളത്. ഞാൻ ഒരു ഫസ്റ്റ് ലുക്കോ ടൈറ്റിൽ ലുക്കോ ഒക്കെ തന്നെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കോൺട്രവേഴ്സി ഒക്കെ തന്നെ മാറിയതിന് ശേഷം ഒരു കിടിലെ ഒരു ഓണത്തിനൊക്കെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ചിത്രത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു ടൈറ്റിൽ ലുക്കോ ഫസ്റ്റ് ലുക്കോ ഒക്കെ തന്നെ. എന്തായാലും സൂര്യ ചിത്രങ്ങളിൽ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ഒന്നാമത് അത് സൂര്യ 47 തന്നെയാണ്. അതിന്റെ കമന്റ്സ് അപ്ഡേറ്റിലോട്ട് തന്നെ വരാം. കമന്റ് വഴി ആദ്യം ചോദിച്ചിട്ടുള്ളത് അത്ഭുത ദ്വീപിന്റെ രണ്ടാം ഭാഗം സംഭവിക്കുമെന്നാണ്. അത് ചോദിക്കാനുള്ള കാരണം നേരത്തെ ഈ അത്ഭുത ദ്വീപിന്റെ രണ്ടാം ഭാഗം 2025 സ്റ്റാർട്ട് ചെയ്യുമെന്നൊക്കെ തന്നെ ചിത്രത്തിന്റെ ടീം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഡയറക്ടർ വിനയനോട് തന്നെ ഈ ഒരു സംഭവം ചോദിച്ചപ്പോൾ വിനയൻ പറഞ്ഞിട്ടുള്ള അത്ഭുത ദ്വീപിന്റെ രണ്ടാം ഭാഗം നടക്കാനുള്ള സാധ്യതയില്ല. അതിന് പകരമായിട്ടാണ് ആകാശഗംഗയും അതിശയനും ഈ അത്ഭുത ദ്വീപൊക്കെ വെച്ചൊരു ക്രോസ് ഓവർ പടം എടുക്കാൻ പുള്ളി തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്ററൊക്കെ കുറച്ച് നാൾ മുമ്പ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുള്ളി അതിൻ്റെ വർക്കിലാണ്. ആ ഒരു പടം ഇനിയും എന്ന് സംഭവിക്കും എന്നറിയത്തില്ല. ബട്ട് പുള്ളി ഇപ്പോൾ സ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു പടത്തിലോട്ടാണെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. പിന്നെ ചിയാൻ വിക്രമിൻ്റെ ഒരുപാട് വർഷം ഏകദേശം ഒരു 10 വർഷമായിട്ട് റിലീസ് തീയതി മാറ്റിക്കൊണ്ടിരിക്കുന്ന ധ്രുവ നക്ഷത്രം എന്ന ചിയാൻ വിക്രം ചിത്രത്തെ പറ്റി എന്തൊക്കെയോ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളോ എന്തൊക്കെയോ കേസിലൊക്കെ പെട്ടാണ് ഈ ഒരു ചിത്രം ഇപ്പോൾ കടക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ആ ഒരു അതിൽ നിന്നൊക്കെ തന്നെ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇനിയും ഈ ഒരു പടത്തിന് മൊത്തത്തിലൊന്ന് ഇതിൻ്റെ ഫിനാൻഷ്യലി എല്ലാം സെറ്റിലായതിന് ശേഷമേ ഇനിയൊരു ചിത്രത്തിൻ്റെ റിലീസിനെ പറ്റി ഒരു അപ്ഡേറ്റ് പുറത്തു വിടുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ അടുത്ത ചോദിച്ചുള്ള മാരി 3യെ പറ്റിയാണ്. മാരി 2 തീർന്നപ്പോൾ മാരി 3യുടെ ഒരു ഹിൻ്റൊക്കെ തന്നായിരുന്നു അവർ നിർത്തിയിട്ടുള്ളത്. പക്ഷേ ആ ഒരു മാരി 2 ആയാലും ഫസ്റ്റിന് അത്രയും വന്നില്ലെന്നൊക്കെ തന്നെയുള്ള റെസ്പോൺസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഇനി മാരി 3 ആയാലും സംഭവിക്കാനുള്ള സാധ്യതയും പരിപാടികളൊന്നും തന്നെ കാണുന്നില്ല. പിന്നെ ചിയാൻ വിക്രമിൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പടത്തിന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെന്നൈയിലാണ് ചിത്രത്തിൻ്റെ ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. മോസ്റ്റ്ലി സെക്കൻഡ് ഷെഡ്യൂളാണെന്ന് തോന്നുന്നു. പണ്ട് കാലത്തെ മാസ് മസാല എൻ്റർടൈൻമെൻറ്റ് ചിത്രങ്ങളുടെയൊക്കെ ഡയറക്ടറിൽ രാജാവായി നിന്നിരുന്ന ഒരു ഡയറക്ടർ തന്നെയായിരുന്നു ഷാജി കൈലാസ്. പുള്ളി ഈ ഒരു ടൈമിൽ പുറത്തിറക്കിയിട്ടുള്ള ഏറ്റവും പുതിയൊരു മാസ് മസാല എൻ്റർടൈനർ ചിത്രമായിരുന്നു വരവ് എന്ന ചിത്രം. പക്ഷേ ആ ഒരു കാലത്തെ ഓഡിയൻസിന് പോലും കണക്റ്റ് ആകാൻ പറ്റാത്ത അല്ലെങ്കിൽ അത്രയും ഒരു ക്ലീഷേ സ്റ്റോറി ടെല്ലിങ്ങും പരിപാടികളൊക്കെ തന്നെയാണെന്നുള്ള രീതിയിലുള്ള ഒരു മിക്സ്ഡ് റെസ്പോൺസ് ആയിരുന്നു പടത്തിന് കിട്ടിയിട്ടുള്ളത്. ആ ചിത്രത്തിൻ്റെ കളക്ഷനിലും ബാധിച്ചെന്ന് തന്നെ പറയാം. അത്യാവശ്യം നല്ലൊരു ഹൈപ്പ് ഉണ്ടായിരുന്ന ചിത്രത്തിന് കേരളത്തിൽ നിന്ന് 5,30,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കർണാടകയിൽ നിന്ന് 17 ലക്ഷം രൂപ, തമിഴ്നാട്ടിൽ നിന്ന് 7,50,00,000 രൂപ, ഓവർസീയിൽ നിന്ന് $190,000 കളക്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്യുമ്പോൾ 1,80,00,000 രൂപ വരും. അങ്ങനെ ടോട്ടൽ വാല്യൂ ആയിട്ട് 7,30,00,000 രൂപയാണ് ചിത്രം കളക്ട് ചെയ്തിട്ടുള്ളത്. ഒരു ഡീസൻറ്റ് റണ്ണാണ് കിട്ടിയിട്ടുള്ളത് ഒരു മിക്സ്ഡ് റെസ്പോൺസ് കിട്ടിയ ചിത്രത്തിന്. പക്ഷേ ചിത്രത്തിന് ബഡ്ജറ്റ് ഏകദേശം 10 കോടി രൂപയോളം വരും. അതുകൊണ്ടൊക്കെ തന്നെ അറൗണ്ട് ഒരു 20-25 കോടി രൂപയ്ക്ക് അടുത്ത് മാത്രം കളക്ട് ചെയ്താലേ ചിത്രത്തിൻ്റെ തിയേറ്ററിൽ ഒരു ഹിറ്റ് സ്റ്റാറ്റസ് ആയാലും ഇടം പിടിക്കാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് വീക്ക് തന്നെ 7.5 കോടി രൂപ കളക്ട് ചെയ്ത ഒരു ചിത്രത്തിന് ആ ലെവലൊരു കളക്ഷനൊക്കെ ഇനി ബീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടൊക്കെ തന്നെ പടം തിയേറ്ററിൽ ഒരു പരാജയമായി മാറിയിരിക്കുകയാണ്. ലോകേഷിൻ്റെ ലീഡിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് DC എന്ന ചിത്രം. ചിത്രം വരുന്ന ഓഗസ്റ്റ് 7 വെല്ലുവായിട്ട് തിയേറ്റർ റിലീസ് എത്താനിരിക്കുന്നത്. ചിത്രത്തിൻ്റെ കേരളത്തിലെയും കർണാടകയുള്ള തിയേറ്ററിക്കൽ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് ഇപ്പോൾ ഗൂഗിൾ മൂവീസ് സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. എർജി മാധവൻ്റെ ലീഡിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് പ്ലൂട്ടോ എന്ന ചിത്രം. ചിത്രം വരുന്ന ജൂലൈ 13 വെല്ലുവായിട്ട് തിയേറ്റർ റിലീസ് എത്താനിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഈ ഒരു ചിത്രത്തിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് ടൈപ്പ് ഓഫ് ഒരു ഫൺ റൈഡ് പടമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇതുപോലൊരു പടത്തിന് പറ്റുന്ന മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം കൊള്ളാവുന്ന പടമാണെങ്കിൽ നല്ലൊരു ഇൻഷ്യലും കളക്ഷനും ഒക്കെ ഈ ഒരു പടത്തിന് കിട്ടും. പക്ഷേ ഒരു ആവറേജോ അല്ലെങ്കിൽ അതിൽ താഴെ പോകുന്നൊരു പടമാണെങ്കിൽ പടം വലിയൊരു ഡിസാസ്റ്റർ ആകാനുള്ള ചാൻസ് ആണ് കാണുന്നത്. എന്തായാലും നല്ലൊരു പ്രതീക്ഷയുണ്ട് ഈ ഒരു ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ കാണുമ്പോൾ. നല്ലൊരു പടമായിരിക്കും എന്നുള്ളൊരു എക്സ്പെക്ടേഷനും പരിപാടികളൊക്കെ തന്നെ ഉണ്ട്. ഇപ്പോൾ DQൻ്റെ ലീഡിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഐ ആം ഗെയിം എന്ന ചിത്രം. എൻ്റെ വീഡിയോസ് പണ്ട് മുതലേ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ടീസർ വരുന്ന ജൂലൈ 28 പുറത്തിറങ്ങുമെന്ന്. പക്ഷേ പിന്നീട് പലവരും ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീക്ക്
വീക്കിലോട്ടാണ് 28-നാണ് 8-നാണെന്ന്. പിന്നീട് ഞാനും അത് ഒഫീഷ്യലി പറയാതിരുന്നു. കാരണം ഇനിയൊരു ഒഫീഷ്യലി ചില ചേഞ്ചസ് ഒക്കെ വരുത്തുമെന്ന് അറിയത്തില്ല. കുറേ വർക്കുകളും പരിപാടികളൊക്കെ തന്നെ ചിത്രത്തിന് പെൻഡിങ് ആയിരുന്നു. പക്ഷേ ഫൈനലി ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഈ വരുന്ന ജൂലൈ 28-ന് തന്നെ പുറത്തിറക്കുമെന്ന് ചിത്രത്തിൻ്റെ ടീം അതിൽ ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഫഹദിൻ്റെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കരാട്ടെ ചന്ദ്രൻ എന്ന ചിത്രം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന ഓഗസ്റ്റ് മാസം മുതലായിരിക്കുമെന്ന് ഒഫീഷ്യൽ തന്നെ ചിത്രത്തിൻ്റെ ടീം എല്ലാം കൺഫേം ആക്കിയിരിക്കുകയാണ്. തമിഴിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കിടിലൻ ചിത്രമായിരുന്നു പാർക്കിംഗ് എന്ന ചിത്രം അത്യാവശ്യം നല്ലൊരു വിജയമൊക്കെ അവിടെ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന് ഡയറക്ടർ ഏറ്റവും പുതിയതായി സംവിധാനം ചെയ്തൊരുക്കാൻ പോകുന്നത് ശിവകാർത്തികേയന് വേണ്ടി ഒരു ചിത്രമായിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചിത്രത്തിൻ്റെ പൂജയും പരിപാടികളൊക്കെ തന്നെ നടന്നിട്ടുണ്ട്. സായി അഭ്യന്തറാണ് ചിത്രത്തിന് വേണ്ടി മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത്. ഈ ഒരു പടത്തിൻ്റെ ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ ഈ വരുന്ന ഒക്ടോബർ മാസം മുതൽ സ്റ്റാർട്ട് ആകുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. പൃഥ്വിരാജിൻ്റെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഖലീഫ എന്ന ചിത്രം. ഓണം ക്ലാഷിൽ മോസ്റ്റ് ഹൈപ്പിഡ് ചിത്രം കൂടിയാണ്. ഈ ഒരു ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറിനായി കുറേ ആൾക്കാരായിരുന്നു കാത്തിട്ടുള്ളത്. ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഈ വരുന്ന ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കോ അല്ലെങ്കിൽ സെക്കൻഡ് വീക്കോട് കൂടി തന്നെ പുറത്തിറങ്ങുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. കാരണം ചിത്രത്തിൻ്റെ ട്രെയിലർ വർക്കും പരിപാടികളൊക്കെ തന്നെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. മോസ്റ്റ്ലി ഒരു ഓഗസ്റ്റ് 7-ഓ 8-നോ ഒക്കെ തന്നെ പുറത്തിറങ്ങുമെന്ന് ഇപ്പോൾ റൂമർ അപ്ഡേറ്റ്സും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇന്നലെയായിരുന്നു വിജയ് നായകനെ പുറത്തിറങ്ങിയിട്ടുള്ള ജനനായക ചിത്രം വേലുവായിട്ട് തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ളത്. പടത്തിന് ഒരു ആവറേജ് മിക്സ്ഡ് അല്ലെങ്കിൽ ആവറേജ് താഴെ റെസ്പോൺസ് ഒക്കെ ആയിരുന്നു കിട്ടിയിട്ടുള്ളത്. പടത്തിൻ്റെ റിലീസ് എനിക്ക് തോന്നുന്നു ജനുവരി വെച്ചപ്പോൾ ഏകദേശം ബുക്കിങ്ങിലൂടെ മാത്രം 80 കോടി രൂപയായിരുന്നു കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം പടത്തിന് എന്നെ HD പ്രിൻറ്റ് ലീക്കായി പുറത്തിറങ്ങി ഒരുപാട് ഏകദേശം 1.5 കോടി ആൾക്കാർ കണ്ടു. അതിനുശേഷം ഇതൊരു റീമേക്ക് പടമാണ്, അത് കണ്ടതിന് ശേഷവും മോശം പടമാണെന്നുള്ള റെസ്പോൺസ് വന്നിട്ട് പോലും ഈ ഒരു പടത്തിന് പ്രീസെയിൽ വഴി തന്നെ 60 കോടി രൂപയ്ക്ക് അടുത്തോളം കളക്ഷനൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ കളക്ഷന് വേണ്ടിയാണ് എല്ലാവരും തന്നെ വെയിറ്റ് ചെയ്യുന്നത്. ഈ ഒരു പടത്തിന് ഇപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം ഫസ്റ്റ് ഡേ കളക്ഷനായി 5 കോടി രൂപയ്ക്ക് മുകളിലൊക്കെ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 6 കോടി റേഞ്ചിലൊക്കെ തന്നെ ചിത്രത്തിന് വരുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. ഈ ഒരു ചിത്രം ഇപ്പോൾ വേലൂരായിട്ട് ഏകദേശം 80 അല്ലെങ്കിൽ ഒരു 90 കോടി രൂപ റേഞ്ചിലൊക്കെ തന്നെ ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടിയിട്ടുണ്ടെന്നാണ് അപ്ഡേറ്റ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ അന്ന് ജനുവരിയിലൊക്കെ പുറത്തിറങ്ങിയിരുന്നെങ്കിൽ ഷുവറായിട്ട് 100 കോടി രൂപയ്ക്ക് മുകളിൽ ഫസ്റ്റ് ഡേ കളക്ഷൻ തന്നെ കിട്ടിയേനെ. ഈ ഒരു ചിത്രത്തിന് ഇന്നലെ നൈറ്റ് ലേറ്റ് ഷോസ് ഒക്കെ നടത്തിയതിലൂടെ ചിലപ്പോൾ ചിത്രം 100 കോടിയൊക്കെ കളക്ട് ചെയ്യുമോയെന്ന് അറിയില്ല. ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ പോസ്റ്റർ ചിത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. ഒരു ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഇനിയും വരുന്ന സമയങ്ങളിൽ പുറത്തിറങ്ങുമെന്നൊക്കെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നാലും ഇപ്പോൾ അപ്ഡേറ്റ്സ് പ്രകാരം ഏകദേശം ഒരു 80-90 കോടി രൂപ റേഞ്ചിലൊക്കെ ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ട്. ഒരു HD പ്രിൻറ്റ് ലീക്കായ ഒരു റീമേക്ക് ചിത്രത്തിന് ഒരു ആവറേജ് റെസ്പോൺസ് വന്നിട്ട് പോലും കിട്ടാമെന്ന് വെച്ച് ഏറ്റവും ബെസ്റ്റ് കളക്ഷനൊക്കെ ജനനായകൻ എന്ന ചിത്രത്തിന് ഇപ്പോൾ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുകയാണ്.